ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മുടെ ലെസൺ എന്ന് പറയുന്നത് HSCയിലെ +1 വിഭാഗത്തിൽ യൂണിറ്റ് 2-നകത്ത് രണ്ടാമത്തെ ലെസണാണ്. അപ്പോൾ നമ്മൾ ഈ യൂണിറ്റ് 2 എന്ന് പറയുന്നത് വേർഡ്സ് ആൻഡ് ഡീഡ്സ് എന്നാണ് യൂണിറ്റ് 2-ൻ്റെ പേര്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ലെസൺ, ആദ്യത്തെ ലെസൺ ഇതിനകത്ത് ആൻഡ് ദെൻ ഗാന്ധി കെയിം ആയിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ ലെസണാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് 6ാമത്തെ ചാപ്റ്റർ, ആകെ നോക്കുമ്പോൾ 6ാമത്തെ ചാപ്റ്ററാണിത്. ഈ ലെസൻ്റെ പേര് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നാണ്. ഇത് ഒരു ബംഗാളി നോവലാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഒരു ബംഗാളി റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ പേര് പ്രഭാത് കുമാർ മുഖോപാധ്യായ് എന്നാണ്. അപ്പോൾ ഇത് ഒറിജിനലി ബംഗാളിയിൽ എഴുതിയതാണ്. ഇത് ഒരു ട്രാൻസ്ലേഷനാണ്. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത് ലിയ റേ ആണ്. അപ്പോൾ നമ്മൾ ഈ ലെസൺ, അതായത് ഈ കഥയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഈ പ്രഭാത് കുമാർ മുഖോപാധ്യായ് എന്ന് പറയുന്ന ബംഗാളി റൈറ്ററിനെ പറ്റി 2 വാക്ക് നോക്കാം. പ്രഭാത് കുമാർ മുഖോപാധ്യായ്, ഹി വാസ് ബോൺ ഇൻ 1873. 1873-ലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണം 1932-ലായിരുന്നു. ഹി വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ ഇൻ ബംഗാളി ലിറ്ററേച്ചർ. He was also a novelist. His short stories are mainly based on real life situations and his characters belong to middle class families. അതായത് സാധാരണക്കാരുടെ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ കഥകളിൽ കൂടെ അദ്ദേഹം കാണിച്ചു തരുന്നത്. Their hopes and aspirations, their joys and sorrows are nicely woven into his tales. അതായത് അദ്ദേഹത്തിൻ്റെ കഥകളിൽ ഈ സാധാരണക്കാരുടെ ആസ്പിറേഷൻസ്, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ, അവരുടെ സങ്കടങ്ങൾ, ഇതൊക്കെ വളരെ മനോഹരമായി നെയ്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കഥയിലേക്ക് വരാം. ഈ കഥ എന്ന് പറയുന്നത് ലണ്ടനിലാണ് ഈ കഥ നടക്കുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ കഥയുടെ പ്രധാന ക്യാരക്ടർ ലണ്ടനിലെ ഒരു പെൺകുട്ടിയാണ്. പിന്നെ ഈ കഥയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ക്യാരക്ടർ ഒരു ഇന്ത്യനാണ്. ആ ഇന്ത്യൻ്റെ പേര് ഗുപ്ത എന്നാണ്. അപ്പോൾ നമുക്ക് ഈ കഥയിലേക്ക് പോകാം. കഥ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഇറ്റ് വാസ് നിയർലി 1 o'clock and I was feeling very hungry. I went to a nearby vegetarian restaurant in St. Martin's Lane. അതായത് ഈ ഗുപ്തയാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. ഒരു ഇന്ത്യൻ ആയിട്ടുള്ള ലണ്ടനിൽ ജീവിക്കുന്ന, അതായത് ഒരു 19 കാലഘട്ടങ്ങളിലാണ് ലണ്ടനിൽ ജീവിക്കുന്ന ഗുപ്തയാണ് ഈ സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഉച്ചയായിരുന്നു, വളരെ വിശപ്പുള്ളത് കൊണ്ട് ഞാൻ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അത് സെയിൻറ്റ് മാർട്ടിൻസ് ലെയിനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ലഞ്ച് hours in London were not so crowded those days. I found 3 or 4 people sitting in the room. I sat at a table and opened the newspaper. അപ്പോൾ അദ്ദേഹം പറയുന്നു, ലണ്ടനിൽ ആ സമയത്ത് ലഞ്ച് അവേഴ്സ് ഒന്നും അത്രയ്ക്ക് ആൾക്കാരൊന്നും പുറത്തിറങ്ങില്ലായിരുന്നു. അദ്ദേഹം ആ ടേബിളിൽ വന്നിരുന്നു. എന്നിട്ട് ന്യൂസ് പേപ്പർ എടുത്ത് അത് ജസ്റ്റ് മറിച്ച് നോക്കാൻ തുടങ്ങി. A waitress came and waited for my order. I looked up from the paper, glanced at menu and told her what I wanted. അപ്പോൾ ഒരു വെയിട്രസ് വന്നു. ഒരു ലേഡി വെയിറ്ററിനെയാണ് വെയിട്രസ് എന്ന് പറയുന്നത്. വെയിട്രസ് വന്നപ്പോൾ അദ്ദേഹം പേപ്പറിൽ നിന്ന് കണ്ണെടുത്ത് എന്താണ് വേണ്ടതെന്ന് മെനു ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു. She said thank you and went quietly away without making any noise. അപ്പോൾ അവർ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ മെനു മനസ്സിലാക്കി തിരിച്ചുപോയി. At that time my attention turned to a table not far from me. A young English girl was sitting there. She had been watching me with interested surprise. അപ്പോൾ ആ സമയത്താണ് അദ്ദേഹം തൊട്ടടുത്ത മേശയിൽ ഒരു ഇംഗ്ലീഷുകാരിയായിട്ടൊരു പെൺകുട്ടി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ കുട്ടിയെ ശ്രദ്ധിക്കുന്നത്. അദ്ദേഹം ആ കുട്ടിയെ ശ്രദ്ധിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം ആ കുട്ടി അദ്ദേഹത്തെ വളരെ കൗതുകത്തോടു കൂടി നോക്കുന്നുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് മനസ്സിലായി. But when I looked at her, she turned her eyes away. അപ്പോൾ ഗുപ്ത അവളെ നോക്കിയപ്പോഴത്തേക്കും അവൾ അങ്ങ് കണ്ണ് മാറ്റിക്കളഞ്ഞു. The girl was 13 or 14. അപ്പോൾ അവളൊരു 13-14 വയസ്സ് മാത്രമേ ആ കുട്ടിക്ക് പ്രായമുള്ളൂ. From her clothes I could see that she was poor. അപ്പോൾ അവളുടെ വസ്ത്രധാരണം കണ്ടപ്പോൾ തന്നെ അവൾ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ കുട്ടിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. Her hair hung in a heavy stream down her neck. She had large eyes,
ദേ ഹാഡ് എ സാഡ് എക്സ്പ്രഷൻ. അപ്പോൾ അവളുടെ രൂപം അദ്ദേഹം പറയുകയാണ്, അവൾ കഴുത്ത് വരെയും അവളുടെ മുടി നല്ല തിക്കായിട്ടുള്ള ഹെയർ ആയിരുന്നു, അവൾക്ക് വലിയ കണ്ണുകളായിരുന്നു, പക്ഷെ അവയിൽ വളരെ വിഷമമുള്ള ദുഃഖമുള്ള ഒരു എക്സ്പ്രഷനായിരുന്നു അദ്ദേഹം കണ്ടത്. I watched her when she was not looking and so she did not notice my watching her. അപ്പോൾ അവൾ അദ്ദേഹത്തെ നോക്കാത്ത സമയത്ത് അദ്ദേഹം അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. My lunch was brought as she was finishing hers. അപ്പോൾ അവളുടെ ഫുഡ് കഴിച്ച് തീർന്നപ്പോഴത്തേക്കും ഗുപ്തയുടെ ലഞ്ച് അവിടെ കൊണ്ടുവന്നു. And the waitress brought the bill. Bills are paid at the desk as one goes out. The desk was near the door. അപ്പോൾ ഈ വെയിട്രസ് അതിൻ്റെ ബില്ല് കൊണ്ടുവന്നു. അപ്പോൾ ഈ ബില്ല് പേ ചെയ്യുന്നത് നമ്മുടെ ഹോട്ടലുകളിലൊക്കെ ഇന്ന് കാണുന്ന പോലെ തന്നെ ആ ഇറങ്ങിപ്പോകുന്ന ഭാഗത്തായിരുന്നു ബില്ല് പേ ചെയ്തിരുന്നത്. The girl stood up. I again watched her. As she paid the bill, she asked the cashier in a low voice whether I was an Indian. അപ്പോൾ ഗുപ്ത അവളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ ബില്ല് പേ ചെയ്യുന്ന സമയത്ത് അവൾ ചെറിയ ശബ്ദത്തിൽ ആ കാഷ്യറിനോട് ചോദിച്ചു, ഈ ഇരിക്കുന്ന മനുഷ്യൻ ഒരു ഇന്ത്യക്കാരനാണോ എന്ന് ചോദിച്ചു. അത് ഗുപ്ത കേട്ടു. The cashier said she thought so. കാഷ്യർ പറഞ്ഞു, ആ എനിക്ക് തോന്നുന്നു അയാളൊരു ഇന്ത്യക്കാരനാണെന്ന്. Then the girl wanted to know if I went there all the time. The cashier said she did not remember me going there before. അപ്പോൾ ഇവൾ വീണ്ടും ചോദിച്ചു, ഈ ഇന്ത്യക്കാരൻ എപ്പോഴും അവിടെ വരാറുണ്ടോ? അപ്പോൾ കാഷ്യർ പറഞ്ഞു, അതെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. And the girl thanked the cashier, looked at me once more with some kind of surprise and went out. അപ്പോൾ ഈ ഗേൾ ഒന്നും കൂടി അദ്ദേഹത്തെ നോക്കിയിട്ട് പോയി. I was also surprised. Her interest in me aroused my interest in her. അപ്പോൾ ഈ ഗുപ്തയ്ക്കും വളരെ അത്ഭുതം തോന്നി. ഒരു ഇംഗ്ലീഷുകാരിയായിട്ടുള്ള വെറും 13-14 വയസ്സുള്ള ഈ കുട്ടിക്ക് തന്നിൽ എന്താണ് ഇത്ര ഇൻട്രസ്റ്റ് എന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ അവളുടെ ഈ ഒരു ഇൻട്രസ്റ്റ് ഗുപ്തയിലും അവളിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കി. When I finished my lunch, I asked the waitress if she knew the girl who just finished her lunch and went away. അപ്പോൾ ഇദ്ദേഹം ഫുഡ് കഴിച്ചതിന് ശേഷം വെയിട്രസിനോട് ചോദിച്ചു, ഈ കുട്ടിയെ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. The waitress said she did not know her, but she came to take her lunch there on Saturdays. അപ്പോൾ വെയിട്രസ് എന്താണ് പറഞ്ഞത്, എനിക്ക് കൃത്യമായിട്ട് അവളെ അറിയില്ല, പക്ഷെ മിക്കവാറും ശനിയാഴ്ചകളിൽ അവൾ ഫുഡ് കഴിക്കാൻ വരാറുണ്ട്. I wanted to know if she did not come on other days. അപ്പോൾ അദ്ദേഹത്തിന് അറിയണമായിരുന്നു മറ്റു ദിവസങ്ങളിൽ അവൾ വരാറില്ലേ. The waitress said she had never seen her on other days. I wanted to know who she was. അപ്പോൾ വെയിട്രസ് പറഞ്ഞു, ശനിയാഴ്ചകൾ അല്ലാത്ത ദിവസങ്ങളിൽ അവളെ അവിടെ കണ്ടിട്ടില്ല. അപ്പോൾ ഗുപ്തയ്ക്ക് അവൾ ആരാണെന്ന് അറിയണമെന്ന് വല്ലാത്ത ആഗ്രഹം തോന്നി. The waitress said that she might be a worker in a nearby shop. അപ്പോൾ വെയിട്രസ് പറഞ്ഞു, അവൾ അടുത്തുള്ള ഏതോ കടയിൽ ജോലി ചെയ്യുന്ന കുട്ടിയാണെന്ന് തോന്നുന്നു. I wanted to know how she knew that. അപ്പോൾ ഗുപ്ത ചോദിച്ചു, അതെങ്ങനെ നിങ്ങൾക്കറിയാം? The waitress then said that Saturday is payday. അപ്പോൾ വെയിട്രസ് പറഞ്ഞു, സാറ്റർഡേ ദിവസങ്ങളിലാണ് ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത്. The waitress then said that Saturday is a payday. It is then that the girl comes. അതുകൊണ്ട് ആ ദിവസം പൈസ കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണ് അവൾ അവിടെ ഫുഡ് കഴിക്കാൻ വരുന്നത്. On other days she couldn't afford lunch. ബാക്കി ദിവസങ്ങളിൽ അവളുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. She does not earn much. I felt sorry for the poor girl. അപ്പോൾ അവൾക്ക് അധികം പൈസയൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഈ ഗുപ്തയ്ക്ക് അവളോട് വളരെയധികം സഹതാപം തോന്നി. My curiosity about the girl persisted. Who was she? Why had she asked about me? Was some mystery in the cause of her interest? അപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോൾ ഗുപ്തയ്ക്ക് അവൾ ആരാണെന്നറിയാനും അവൾ എന്തുകൊണ്ടാണ് തന്നിൽ ഇത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നതെന്നും അറിയാൻ വളരെ താല്പര്യം തോന്നി. വാസ് എ മിസ്റ്ററി ഇൻ ദ കോസ് ഓഫ് ഹർ ഇൻട്രസ്റ്റ്. അവൾ എന്നിൽ ഇത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്ററി ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിഗൂഢതയുണ്ടോ? I continued thinking of her. On Sundays, all London shops were closed. So I would go out to look for her after breakfast on Monday morning. അപ്പോൾ സാധാരണ ഞായറാഴ്ചകളിലൊക്കെ ലണ്ടനിലെ കടകളൊക്കെ അടഞ്ഞു കിടക്കാറാണ് പതിവ്.
അപ്പോൾ ഗുപ്ത എന്ത് ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഈ കുട്ടി അവിടെ എങ്ങാനും ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ഐ ലുക്ക്ഡ് ഇൻ ടു ദ ഷോപ്സ് ഓൺ ദ സ്ട്രീറ്റ്സ് നിയർ സെയിൻറ്റ് മാർട്ടിൻസ് ലെയിൻ ആൻഡ് ദ ഷോപ്സ് ഓൺ ദ സ്ട്രാൻഡിലും സെയിൻറ്റ് മാർട്ടിൻസ് ലെയിനിലുമുള്ള കടകളൊക്കെ ശ്രദ്ധിച്ചു ഈ കുട്ടി ഉണ്ടോ എന്ന് നോക്കാൻ. ബട്ട് ഐ ഡിഡ് നോട്ട് സീ ഹർ. പക്ഷേ ഗുപ്തയ്ക്ക് അവളെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ദ വീക്ക് പാസ്റ്റ്. സാറ്റർഡേ കെയിം അഗെയിൻ. ഐ വെൻറ്റ് ടു ദ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് വൺസ് മോർ. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ശനിയാഴ്ച വീണ്ടും അദ്ദേഹം ഇതേ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോയി. ആസ് ഐ എൻറ്റേർഡ് ഐ സോ ഹർ സിറ്റിംഗ് അറ്റ് ദ സെയിം ടേബിൾ ആസ് ബിഫോർ. അപ്പോൾ അദ്ദേഹം കാണുകയാണ് അവൾ അതേ ടേബിളിൽ തന്നെ ഇരിപ്പുണ്ട്. ഷീ വാസ് ഈറ്റിംഗ്. ഐ ടുക്ക് എ ചെയർ ഓപ്പോസിറ്റ് ടു ഹർ ആൻഡ് സെഡ് ഗുഡ് ആഫ്റ്റർനൂൺ. ഷീ ഗ്രീറ്റഡ് മീ ബാക്ക്. അദ്ദേഹം ഒട്ടും ആലോചിക്കാതെ ഒരു കസേര അവളുടെ അടുത്തേക്ക് വലിച്ചിട്ടിട്ട് അദ്ദേഹം അവളോട് പരിചയപ്പെട്ടു. ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞു. അപ്പോൾ അവളും തിരിച്ച് വിഷ് ചെയ്തു. സ്ലോലി ഐ സ്റ്റാർട്ടഡ് എ കോൺവെർസേഷൻ. അദ്ദേഹം അങ്ങനെ സംസാരിച്ചു തുടങ്ങി. ഫൈനലി ഷീ ആസ്ക്ഡ് മീ ഇഫ് ഐ വാസ് ആൻ ഇന്ത്യൻ. അപ്പോൾ അവൾക്ക് അറിയാനുള്ളത് അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണോ എന്നാണ് അവൾക്ക് അറിയാനുള്ളത്. ഐ സെഡ് യെസ്. ഞാൻ പറഞ്ഞു അതെ. ദെൻ ഷീ വാണ്ടഡ് ടു നോ ഇഫ് ഐ വാസ് എ വെജിറ്റേറിയൻ. അവൾ വീണ്ടും ചോദിച്ചു താങ്കളൊരു വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിച്ചു. ഐ ആസ്ക്ഡ് ഹർ വൈ ഷീ വാണ്ടഡ് ടു നോ ദാറ്റ്. അതെന്തിനാണ് നീ അറിയുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. ഷീ സെഡ് ഷീ ഹാഡ് ഹേർഡ് ദാറ്റ് മോസ്റ്റ് ഇന്ത്യൻസ് ആർ വെജിറ്റേറിയൻസ്. അപ്പോൾ അവൾ പറഞ്ഞു അവൾ കേട്ടിട്ടുണ്ട് ഇന്ത്യക്കാരൊക്കെയും വെജിറ്റേറിയൻസ് ആണെന്നാണ് അവൾ കേട്ടിരിക്കുന്നത്. ഐ വാണ്ടഡ് ടു നോ ഹൗ ഷീ ന്യൂ തിങ്സ് അബൌട്ട് ഇന്ത്യ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു നിനക്ക് എങ്ങനെയാണ് ഇന്ത്യയെ പറ്റി ഇങ്ങനെ അറിയാവുന്നത്. ഷീ സെഡ് ഹർ എൽഡർ ബ്രദർ എ സോൾജിയർ വാസ് ഇൻ ഇന്ത്യ. അപ്പോൾ അവൾ പറഞ്ഞു അവളുടെ മൂത്ത സഹോദരൻ ഇന്ത്യയിൽ ഒരു സോൾജിയറാണ്, ഇന്ത്യൻ പട്ടാളത്തിൽ ജോലി ചെയ്യുകയാണ്. ഐ ടോൾഡ് ഹർ ദാറ്റ് ഐ വാസ് നോട്ട് എ വെജിറ്റേറിയൻ ബട്ട് ഐ എൻജോയ്ഡ് എ വെജിറ്റേറിയൻ മീൽ നൗ ആൻഡ് ദെൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊരു വെജിറ്റേറിയനൊന്നുമല്ല, പക്ഷേ വെജിറ്റേറിയൻ ആഹാരം എനിക്ക് ഇഷ്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ദ ഗേൾ സീംഡ് ഡിസപ്പോയിൻറ്റഡ് അറ്റ് മൈ റിപ്ലൈ. അദ്ദേഹത്തിൻ്റെ മറുപടി അവൾക്കത്ര തൃപ്തിപ്പെട്ടതായിട്ട് തോന്നിയില്ല. ഐ കെയിം ടു നോ ദാറ്റ് ഹർ ഓൺലി ഗാർഡിയൻ വാസ് ഹർ എൽഡർ ബ്രദർ. അപ്പോൾ അയാൾ മനസ്സിലാക്കി ഇവളുടെ ഗാർഡിയൻ, ഇവളുടെ രക്ഷകർത്താവ് എന്ന് പറയുന്നത് ആ എൽഡർ ബ്രദർ മാത്രമാണ്. ഷീ ലിവ്ഡ് വിത്ത് ഹർ ഓൾഡ് വിഡവ്ഡ് മദർ. അവളുടെ വിധവയായിട്ടുള്ള പ്രായമുള്ള അമ്മയുടെ ഒപ്പമാണ് അവൾ ജീവിക്കുന്നത്. ഐ ആസ്ക്ഡ് ഹർ ഇഫ് ഷീ ഓഫൻ ഹേർഡ് ഫ്രം ഹർ ബ്രദറിനെ പറ്റി വിവരം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഷീ സെഡ് they did not have a letter from her brother for a long time. അപ്പോൾ അവൾ പറഞ്ഞു കുറേ കാലമായിട്ട് ബ്രദറിൻ്റെ ഒരു കത്തുകളും വരാറില്ല. her mother was worried. അമ്മ വളരെ worried-ആണ്. people have told her that India was full of tigers, snakes and fevers. ഇന്ത്യയെ പറ്റി അറിയാൻ കഴിഞ്ഞത് എന്താണ് പല ആൾക്കാരിൽ നിന്നും? ഇന്ത്യ എന്ന് പറയുന്നത് ധാരാളം കടുവകളും പാമ്പുകളും പനികളുമുള്ള രാജ്യമാണെന്നാണ്. ഷീ തിങ്സ് സംതിങ് ഹാസ് ഹാപ്പൻ ടു ഹിം. അവളുടെ ഭയം എന്താണെന്ന് പറഞ്ഞാൽ തൻ്റെ ബ്രദറിന് എന്തെങ്കിലും പറ്റിയോ എന്നാണ് അവളുടെ ഭയം. ദ ഗേൾ വാണ്ടഡ് ടു നോ ഫ്രം മീ ഇഫ് ഇന്ത്യ വാസ് ഫുൾ ഓഫ് ടൈഗേഴ്സ്, സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്. അപ്പോൾ അവൾക്ക് അറിയേണ്ടത് ഇന്ത്യ ഈ കേട്ട പോലെ കടുവകളുടെയും പാമ്പുകളുടെയും പനികളുടെയും നാടാണോ? ഐ ടോൾഡ് ഹർ നോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല. ഹൗ കുഡ് പീപ്പിൾ ലിവ് ദർ ഇഫ് it were full of these things. അപ്പോൾ ഗുപ്ത ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ആൾക്കാർക്ക് അവിടെ എങ്ങനെ ജീവിക്കാൻ പറ്റും? ദ ഗേൾ വാസ് ഹാപ്പി. ഇത് കേട്ടപ്പോഴാണ് അവൾക്ക് സമാധാനമായത്. ഷീ സെഡ് ഹർ മദർ വാണ്ടഡ് ടു ആസ്ക് an Indian to know the truth. അപ്പോൾ അവൾ പറഞ്ഞു അമ്മ വളരെ പരിഭ്രമിച്ചിരിക്കുകയാണ്, അമ്മയ്ക്ക് ഒരു ഇന്ത്യനിൽ നിന്ന് ഇന്ത്യയെ പറ്റി അറിയണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ഫ്രം ഹർ ലുക്ക് ഐ ന്യൂ ഷീ വാണ്ടഡ് മീ ടു ടോക്ക് വിത്ത് ഹർ മദർ. അപ്പോൾ അവളുടെ ഒരു ഭാവത്തിൽ നിന്നും ഗുപ്തയ്ക്ക് മനസ്സിലാവുകയാണ് അവൾക്ക് താൻ അമ്മയോട് വന്ന് നേരിട്ട് സംസാരിക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടെന്ന് ഗുപ്തയ്ക്ക് മനസ്സിലായി. ബട്ട് ഷീ ഡിഡ് നോട്ട് ഹാവ് ദ കറേജ് ടു ആസ്ക് മീ ടു ഗോ വിത്ത് ഹർ ടു ഹർ ഹോം. എന്നാൽ അവളുടെ വീട്ടിലേക്ക് വിളിക്കാനായിട്ട് അവൾക്ക് ധൈര്യമില്ല. ഐ വാണ്ടഡ് ടു സീ ദിസ് മദർ. I had no opportunity to visit a poor English home. അപ്പോൾ അദ്ദേഹത്തിനും ആ അമ്മയൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന് തോന്നി. പിന്നെ ഇംഗ്ലണ്ടിലെ ഒരു വളരെ ദാരിദ്ര്യമുള്ള വീടുകളൊന്നും അദ്ദേഹം കണ്ടിട്ടില്ല.
അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഐ വാണ്ടഡ് ടു നോ ഹൗ ദ പുവർ ലിവ്ഡ് ദർ ആൻഡ് വാട്ട് ദേ തോട്ട്. അവിടുത്തെ സാധാരണക്കാർ, പാവപ്പെട്ട ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നറിയാൻ അദ്ദേഹത്തിന് താല്പര്യം തോന്നി. ഐ ടോൾഡ് ഹർ ഓഫ് മൈ പ്ലാൻ ടു വിസിറ്റ് ഹർ ഹോം സം ഡേ. അദ്ദേഹം പറഞ്ഞു, നിൻ്റെ വീട്ടിലേക്ക് വരാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഷീ വാസ് താങ്ക്ഫുൾ ടു മീ. ഷീ ആസ്ക്ഡ് മീ ഇഫ് ഐ കുഡ് ഗോ വിത്ത് ഹർ റൈറ്റ് ദർ ആൻഡ് ദെൻ. അപ്പോൾ അവൾ ചോദിച്ചു, ഇപ്പോൾ വരാമോ എൻ്റെ കൂടെ? ഐ റെഡിലി എഗ്രീഡ്. ഞാൻ സമ്മതിച്ചു. ഷീ വാണ്ടഡ് ടു നോ ഇഫ് സച്ച് എ വിസിറ്റ് വുഡ് ഇൻ്റർഫിയർ മൈ വർക്ക്. അവൾക്ക് പേടിയുണ്ടായിരുന്നു, അതായത് അദ്ദേഹത്തിൻ്റെ ജോലിയെ ഇത് ബാധിക്കുമോ എന്ന്. ഐ ടോൾഡ് ഹർ ഐ വാസ് ഫ്രീ. അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, ഞാനിപ്പോൾ ഫ്രീ ആണെന്ന് പറഞ്ഞു. ദ ഗേൾ വാസ് ഹാപ്പി. വി ഫിനിഷ്ഡ് അവർ ലഞ്ച് ആൻഡ് ഗോട്ട് അപ്പ് ടുഗെദർ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അവർ ഒരുമിച്ച് അവളുടെ വീട്ടിലേക്ക് പോയി. ഓൺ അവർ വേ ടു ഹർ ഹോം ഐ ആസ്ക്ഡ് ഹർ നെയിം. പോകുന്ന വഴിക്ക് ഞാൻ അവളുടെ പേര് ചോദിച്ചു. ഷീ ഗേവ് ഹർ ഫുൾ നെയിം ആലിസ് മാർഗ്രറ്റ് ക്ലിഫേർഡ്. അപ്പോൾ അവളുടെ ഫുൾ നെയിം അവൾ പറഞ്ഞു, ആലിസ് മാർഗ്രറ്റ് ക്ലിഫേർഡ് എന്നാണ് അവളുടെ പേര്. She asked me if it would be difficult for me to walk. I said no. She said she walked home every day. I wanted to know if she came that way often. അപ്പോൾ അവൾ പറഞ്ഞു, എന്നോടൊപ്പം ഇത്രയും ദൂരം നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും ഇത്രയും ദൂരം നടന്നാണ് വീട്ടിലേക്ക് പോകുന്നത്. പിന്നെ ഈ വഴിക്ക് നീ സ്ഥിരമായിട്ട് നടക്കാറുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. She said she did as she works as a typist in the civil lane stores. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ സിവിൽ സർവീസ് സ്റ്റോഴ്സ് എന്ന് പറയുന്ന കടയിൽ ടൈപ്പിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വഴിക്കാണ് ഞാൻ സ്ഥിരം പോകുന്നത്. എവറി ആഫ്റ്റർനൂൺ ഷീ ഗോസ് ഹോം ദാറ്റ് വേ. ടുഡേ ബീങ് സാറ്റർഡേ ഷീ ഈസ് ഗോയിങ് ഹോം ഏർലി. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അവൾ നേരത്തെയാണ് വീട്ടിൽ പോകുന്നത്. ഐ ആസ്ക്ഡ് ഹർ ഇഫ് ഐ ഷുഡ് കോൾ ഹർ മിസ് ക്ലിഫേർഡ് ഓർ ആലിസ്. അദ്ദേഹം ചോദിച്ചു, ഞാൻ മിസ് ക്ലിഫേർഡ് എന്ന് വിളിക്കണോ അതോ ആലിസ് എന്ന് വിളിക്കണോ? ഷീ സെഡ് ഷീ വാസ് നോട്ട് ഗ്രോൺ അപ്പ് ആൻഡ് സോ ഐ കുഡ് കോൾ ഹർ വാട്ട് എവർ ഐ ലൈക്ഡ്. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഒരു ചെറിയ കുട്ടിയായതുകൊണ്ട് എന്നെ എന്ത് വേണമെങ്കിലും താങ്കൾ വിളിച്ചോളൂ. അതിനുശേഷം ഷീ ലാഫിംഗ്ലി സെഡ് ഷീ വാസ് യൂഷ്വലി കോൾഡ് മാഗി. അവൾ പറഞ്ഞു, എന്നെ സാധാരണ എല്ലാവരും മാഗി എന്നാണ് വിളിക്കുന്നത്. ഐ ആസ്ക്ഡ് ഹർ ഇഫ് ഷീ വാസ് ഈഗർ ടു ഗ്രോ അപ്പ്. അദ്ദേഹം ചോദിച്ചു, നിനക്ക് പെട്ടെന്ന് വലുതാവണമെന്നാണോ ആഗ്രഹം? ഷീ സെഡ് യെസ്. അവൾ പറഞ്ഞു, അതെ, എനിക്ക് എത്രയും പെട്ടെന്ന് വലുതാകണം. ഐ വാണ്ടഡ് ടു നോ വൈ ഷീ വാണ്ടഡ് ടു ഗ്രോ അപ്പ് ഫാസ്റ്റ്. എന്തുകൊണ്ടാണ് നീ പെട്ടെന്ന് തന്നെ വലുതാവാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഷീ സെഡ് ഇഫ് ഷീ വാസ് ഗ്രോൺ അപ്പ് ഷീ വുഡ് ബി പെയ്ഡ് മോർ ആൻഡ് ഹർ മദർ വാസ് ഗെറ്റിംഗ് ഓൾഡ്. അവൾ പറഞ്ഞ എന്താണ്, ഞാനൊന്ന് വലുതായി കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി പൈസ കിട്ടും. എൻ്റെ അമ്മ വളരെ ദുർബലയാണ്, അമ്മ പ്രായമായി വരികയാണ്. ഐ വാണ്ടഡ് ടു നോ ഇഫ് ഷീ ലൈക്ഡ് ഹർ വർക്ക്. അദ്ദേഹം ചോദിച്ചു, നീ ചെയ്യുന്ന ജോലിയിൽ നിനക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ, നിനക്ക് ഇഷ്ടമാണോ? ഷീ സെഡ് നോ. അവൾ പറഞ്ഞു, ഇല്ല, ഇറ്റ് ഈസ് എ മെക്കാനിക്കൽ വർക്ക്. അത് കായികമായിട്ട് ഉള്ള ഒരു ജോലിയാണ്. ഷീ വാണ്ടഡ് ടു ഹാവ് സം വർക്ക് ദാറ്റ് നീഡഡ് ഹർ ബ്രെയിൻ. അവൾ പറഞ്ഞു, തലച്ചോറ് ഉപയോഗിച്ചിട്ടുള്ള ഒരു വർക്ക് ചെയ്യാനാണ് എനിക്ക് താല്പര്യം എന്ന് അവൾ പറഞ്ഞു. ഷീ വാണ്ടഡ് ടു ബി എ സെക്രട്ടറി. അവൾക്ക് ഒരു സെക്രട്ടറി ആകണമെന്നാണ് ആഗ്രഹമെന്ന് അവൾ പറഞ്ഞു. ഇനി അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. താങ്ക് യു.